ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീടുകളിലെത്തി സർക്കാർ പരിശോധന ആരംഭിക്കുവാൻ പോകുന്നു. അർഹതയുള്ളവർക്ക് മാത്രം ആനുകൂല്യം നൽകിയാൽ മതിയെന്ന സർക്കാരിന്റെ തീരുമാനത്തിൽ ആരൊക്കെയാകും പുറത്താവുക, ഏതൊക്കെ മാനദണ്ഡങ്ങളാകും സ്വീകരിക്കുക തുടങ്ങിയവയുടെ വിശദാംശങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സംസ്ഥാനത്ത് 62 ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് സർക്കാർ 1600 രൂപ വീതം പെൻഷൻ തുക നൽകുന്നത്. എന്നാൽ അർഹതയില്ലാത്തവരും ആനുകൂല്യം വാങ്ങുന്നുവെന്ന പരാതികൾ ഉയർന്നതോടെ ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിനൊരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. പരാതികൾ ലഭിച്ച വീടുകളിലായിരിക്കും സർക്കാർ ആദ്യം പരിശോധന നടത്തുക. അതിനുശേഷം സർക്കാർ അറിയിപ്പ് വരുന്നതനുസരിച്ച് നിശ്ചിത ഗുണഭോക്താക്കളുടെ വീടുകളിലും പരിശോധനയുണ്ടാകും. 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള കോൺക്രീറ്റ് വാർത്ത വീടുകളിൽ താമസിക്കുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ, അതോടൊപ്പം വീടുകളിൽ AC ഉള്ളവർ, 1000 cc കൂടുതൽ എഞ്ചിൻ കപ്പാസിറ്റിയുള്ള AC വാഹനങ്ങളുള്ളവർ എന്നിവരെല്ലാം തന്നെ പെൻഷൻ വാങ്ങാൻ അർഹതയില്ലെന്നും അതിനാൽ തന്നെ ഇവരെ പുറത്താക്കുമെന്നതുമാണ് നിർദ്ദേശം. കർശന പരിശോധനയുടെ ഭാഗമായാണ് ഉദ്യോഗസ്ഥർ വീടുകളിലേക്ക് എത്തുന്നത്. കൂടാതെ 60 വയസ്സ് കഴിഞ്ഞാൽ വാർദ്ധക്യകാല പെൻഷന് അപേക്ഷ വെക്കുമ്പോൾ ഇക്കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നതും ഇതിനുശേഷമായിരിക്കും പെൻഷൻ അപ്രൂവൽ ആകുന്നതും. ഇത്തരത്തിൽ അനർഹമായി ആനുകൂല്യം വാങ്ങുന്നവർക്കെതിരെ പരാതികൾ സമർപ്പിക്കുവാനുള്ള അവസരവുമുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ വാർഡ് പ്രതിനിധികൾക്കോ രഹസ്യമായി പരാതികൾ കൈമാറാം. അനർഹമായി പെൻഷൻ വാങ്ങുന്നവരെ ഒഴിവാക്കുന്നതിലൂടെ സർക്കാരിന് കുറഞ്ഞ തുക മാത്രമേ പെൻഷൻ വിതരണത്തിന് കണ്ടെത്തേണ്ടതുള്ളൂ. കൂടാതെ ഇതിലൂടെ അർഹതയുള്ളവർക്ക് മാത്രം ആനുകൂല്യം ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുവാനും സാധിക്കും. കൂടുതൽ ഇൻഫർമേഷൻസുമായി വീണ്ടും കാണാം.